അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വളരെ സാധാരണമായി ആളുകൾ പറഞ്ഞു നടക്കുന്ന ഒരു കഥയാണ് ജൂത പെൺകുട്ടിയുടെ ചെപ്പ് ചവറിൻ്റെ കഥ. ആ കഥ ഇങ്ങനെയാണ്. മദീനയിൽ ഒരു ജൂത പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് റസൂൽ നടന്നു പോകുമ്പോൾ ചെപ്പ് ചവറൊക്കെ എറിയാറുണ്ടായിരുന്നു. ചിലർ പറയുന്ന കഥയിൽ റസൂലുള്ള പോകുന്ന വഴിയിൽ ചെപ്പ് ചവറുകൾ ഇടാറുണ്ടായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി നടന്നു പോകുമ്പോൾ ചെപ്പ് ചവറുമായി ആ പെൺകുട്ടിയെ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യത്തോടു കൂടി ആ പെൺകുട്ടിക്ക് എന്തു പറ്റി, എവിടെ പോയി എന്ന്, ആ പെൺകുട്ടിയെയും അവളുടെ ചെപ്പ് ചവറും കാണാനില്ലല്ലോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തു പറ്റി, ഇന്ന് കണ്ടില്ലല്ലോ. സുഖമില്ലാതെ പനി പിടിച്ച് കിടക്കുകയായിരുന്ന ആ പെൺകുട്ടി വളരെ ആശ്ചര്യപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാരുണ്യത്തിൽ ആകൃഷ്ടയായി ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കഥ. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാചക ചരിത്രത്തിൻ്റെ സ്രോതസ്സുകളായിട്ടുള്ള ഹദീസുകളോ സീറ ഗ്രന്ഥങ്ങളോ പരിശോധിച്ചു നോക്കിയാൽ എവിടെയും ഇങ്ങനെ ഒരു കഥ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ചുള്ള ഹദീസ് ദുർബലമാണ്, ലൈഫാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു ഹദീസ് തന്നെയില്ല. ഒരു ഹദീസ് ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു കഥ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കഥ പ്രചരിച്ചു വന്നത്? ആ കഥയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? എന്ത് തരത്തിലുള്ള അവഹേളനങ്ങളുണ്ടായാലും ആ അവഹേളനങ്ങൾ വീണ്ടും വീണ്ടും സഹിക്കുക, ഏറ്റുവാങ്ങുക എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണോ? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കുണ്ട്. ഒരു വിശ്വാസിക്ക് ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പിൻ്റെ കടിയേൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു അബദ്ധം സംഭവിച്ചാൽ, ഒരു അനീതി സംഭവിച്ചാൽ, ഒരു അക്രമത്തിനിരയായാൽ വീണ്ടും വീണ്ടും അതിന് നിന്നുകൊടുക്കുകയല്ല. ഒന്നുകിൽ ആ വഴിയിൽ നിന്ന് മാറി നടക്കുക. തിന്മയുടെ, അവഹേളനത്തിൻ്റെ, അക്രമത്തിൻ്റെ, അനീതിയുടെ സ്ഥലത്തു നിന്ന് മാറിപ്പോകേണ്ടതാണെങ്കിൽ മാറിപ്പോവുക, അല്ലെങ്കിൽ അതിനെ ചെറുക്കുക എന്നുള്ളത്, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ മാതൃക എന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ജനങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാരുണ്യം എന്നുള്ളത് ഒരിക്കലും അവഹേളനങ്ങളെ, അക്രമങ്ങളെ എന്നും ഏകപക്ഷീയമായി സഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇസ്സത്ത്, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക, മനുഷ്യരെ സത്യവും നന്മയും നീതിയും വിളിച്ചു പറഞ്ഞ് അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ദൗത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് കഥകൾ, നുണക്കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോധപൂർവം അങ്ങനെ ഒരു കഥ അതില്ലാത്തതാണ്, വ്യാജമാണ് എന്ന് മനസ്സിലായിട്ടും വീണ്ടും അത് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവന് നരകത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കി വെച്ചുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആരെങ്കിലും എന്നെക്കുറിച്ച് വ്യാജമായത് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന് നരകത്തിൽ ഒരു ഇരിപ്പിടം റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജകഥകളിൽ നിന്ന്, പ്രത്യേകിച്ചും അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചുമുള്ള വ്യാജകഥകൾ പറഞ്ഞു നടക്കുന്നതിൽ നിന്ന്, അത്തരം കഥകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.